വൈറൽ കല്യാണത്തിൽ CPM കുടുങ്ങിയ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചത്? ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. മതനിരപേക്ഷതയുടെ അങ്ങേയറ്റം. പ്രകാശ വേഗതയിൽ അപ്പം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തിക്കാൻ കഴിവുള്ള മനുഷ്യനാ. പിന്നെ ഒരു കല്യാണവും ഡിവോഴ്സും. പിന്നെ എന്താ സംശയം? ഇപ്പോഴും ഞാൻ അതിനെയാ പറയുന്നത്. നല്ല ശരിയായ നിലപാട് തന്നെയാണ്. അത് ഇനിയും തുടരും. ഇതേപോലെ ഉള്ളതിനൊക്കെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. എന്റെ വിചാരം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മിന്നൽ വേഗമല്ലേ? ആർക്കെങ്കിലും അത്യാവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ സമീപിക്കണേ. ശരിക്കും ഗോവിന്ദമാഷിന് പറ്റിയ പണി ഈ ബ്രോക്കർ പണി തന്നെയാണ്. വെറുതെ രണ്ടുപേര് വന്നിട്ട് ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്, താല്പര്യപ്പെടുകയാണെന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ആള്. അത് കേട്ട വഴി കേൾക്കാത്ത വഴി, എന്നാൽ നിങ്ങളുടെ വിവാഹം ഞങ്ങൾ നടത്തി തരും എന്ന് പറഞ്ഞ് ഇതിന് മുന്നിട്ട് ഇറങ്ങി. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. അത് നടത്തി കൊടുത്തതിന് ശേഷം ഇത് ഞങ്ങളുടെ മഹത്തായ മാതൃകയാണ് എന്ന് നെഞ്ചുപിടിച്ച് പറയുകയും ഇതാകെ അബദ്ധമായിരുന്നു എന്ന് തെളിയുന്ന ഒരു സംഗതിയുണ്ട്. അതിനാണ് നമ്മൾ കേരള സ്റ്റോറി അഥവാ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട്. കേരളത്തിൽ റിയൽ ആയിട്ട് നടക്കുന്ന മിക്കവാറും കാര്യങ്ങൾ ഏതാണ്ട് ഈ രീതിയിലാണ്. ഇത് മാത്രമല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല. ഇതുപോലത്തെ പരമാബദ്ധങ്ങൾ, പമ്പര വിഡ്ഢിത്തങ്ങൾ. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? ആ ഒരു ഹിന്ദു പെൺകുട്ടിയും മുസ്ലിം വിവാഹം തമ്മിലുള്ള വിവാഹം ഹിന്ദു മതാചാര പ്രകാരം നടത്തി, സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ അതുകൊണ്ട് നിയമപ്രാബല്യം ഉണ്ടാകുകയില്ല. അത് നിയമപരമായ പ്രശ്നമില്ല. വിവരദോഷിയാണ് എന്നുള്ളതിന് ഇതിനപ്പുറം ഒരു തെളിവിന് നമ്മൾ ഹാജരാക്കണോ? വേണ്ട. മാഷേ, ഇപ്പൊ എനിക്കൊരു കാര്യം ബോധ്യമായി. താനേ വെറും തറയാ. ഗോവിന്ദ മാഷിന് ഒരുപക്ഷെ അറിയാൻ പാടില്ല. പുള്ളിയുടെ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ഡ്രില്ലുമാണ്. പുള്ളി ഡ്രില്ല് മാഷ്. കണ്ടാലങ്ങനെ തോന്നില്ലല്ലോ. മാഷാണെന്ന് തോന്നില്ല. അതുപോലെ ശിവൻകുട്ടി സഖാവ്, അദ്ദേഹം കോളേജിലൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും LLB കാരനാണ്. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. നമ്മുടെ ഡബിൾ റഹീം ഉണ്ടല്ലോ, ഇന്ത്യൻ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹം. ചുമ്മാ പോസ് കാണിക്കാന്നല്ലാതെ ഇവനെ കൊണ്ട് ഒറ്റ പ്രയോജനം. അദ്ദേഹം വളരെ ഭരണഘടനാ വിദഗ്ധനാണ്. ഇദ്ദേഹം തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ കഴിക്കാൻ പറ്റുകയുള്ളൂ. AR റഹീമിന് നന്നായിട്ട് അറിയാവുന്നതാണ്. പുള്ളി ജീവിതത്തിൽ തന്നെ ഇത് ചെയ്തിട്ടുള്ള ആളാണ്. കാര്യം ലോ അക്കാഡമി, ലോ കോളേജിൽ നിന്നാണ് കിട്ടിയത്. എങ്കിൽ പോലും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലും അറിയാത്ത ആളുകൾ, അങ്ങനെ പറയുന്ന ആളുകൾ. ഈ നിയമപ്രാബല്യം ഇല്ലാത്ത വിവാഹമാണ് നടത്തിയത്. പോക്സോയുടെ കാര്യം ഉണ്ടാവില്ല വരുന്നത്. പ്രായപൂർത്തി എത്തിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഉള്ള വിവാഹം നടത്തി കൊടുക്കുന്നത് എത്ര അധാർമികമാണ്, എത്ര വലിയ തെറ്റാണ്. സോറി ഏട്ടാ, ഇനി മേലെ ആവർത്തിക്കില്ല. ഞാൻ മിക്കവാറും ഒക്കെ ഒരു ദിവസം ഒരു 10-15 വിവാഹത്തിനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ആ വിവാഹത്തിനുള്ള എല്ലാ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ടല്ല പോകുന്നത്. ലെങ്കോട്ടിയും കാണിച്ച് നിയമസഭയുടെ മുകളിൽ കയറി തട്ടിന്മേൽ കളി കളിച്ച ശിവൻകുട്ടിക്ക് ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ. ഫുൾ മാർക്കാ, അതിൽ നിനക്ക് അഭിമാനിക്കാൻ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുകയും അത് കഴിച്ച ശേഷം താത്വികമായിട്ടും ദാർശനികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന മഹോന്നതമായ മൂല്യങ്ങളെക്കുറിച്ചും കേരളത്തിന്റെ സനാതന പാരമ്പര്യത്തെക്കുറിച്ചും നവോത്ഥാനത്തെക്കുറിച്ചും പ്രബുദ്ധതയെക്കുറിച്ചൊക്കെ ലാത്തിയടിക്കുകയും ചെയ്യാതെ വെച്ചാൽ എന്താ ചെയ്യുക? ഇവരുടെയൊക്കെ ബുദ്ധി നിലവാരത്തെക്കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും ശരിയാവും. അതുമാത്രമല്ല, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആള് എന്തൊരു കോതനാണ് ഇയാൾ. ഇയാൾക്ക് ആരെ ഗോവിന്ദൻ എന്ന് പേരിട്ടേക്ക് കോതപ്പൻ എന്ന പേരാണ് ഇടേണ്ടിരുന്നത്. അതിന് പറ്റിയ ഒരാള്, ബഹുമാനപ്പെട്ട മന്ത്രി, വെറും മന്ത്രിയല്ല, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹമാണ് ഇതിന് കാർമ്മികനായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ കേരളത്തിന്റെ മഹനീയമായ പാരമ്പര്യമാണ്, സാംസ്കാരികമായ ഔന്നത്യമാണ്. ഇതുപോലെ വേറൊരു സ്ഥലത്തും കാണുകയില്ല. അത് ശരിയാണ്, ഇതുപോലെ വേറൊരു സ്ഥലത്തും കാണുകയില്ല. എനിക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാകില്ല. അതാണ് കേരള സ്റ്റോറി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ അതിനെ സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ കേരള സ്റ്റോറിയെയും അതിന്റെ രണ്ടാം ഭാഗത്തെയും സർവ്വതാ സാധൂകരിക്കുന്ന നടപടിയാണ് ഈ ബുദ്ധിയില്ലാത്ത, ബോധമില്ലാത്ത മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ പ്രവൃത്തി കൊണ്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്താണ് ഇതിന്റെ അനന്തര ഫലം? ശ്രീ വിനു മന്ത്രി അപ്പൂപ്പനും മാസ്റ്റർ അപ്പൂപ്പനും MP അമ്മാവനും എല്ലാം പോക്സോ കേസിൽ പ്രതിയാകും. കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. ഇങ്ങനെ വിവാഹം നടന്നപ്പോൾ കുറച്ചുകൂടെ കൗതുകം ഉണ്ടായി. അതുവഴി അങ്ങോട്ട് നേരത്തേക്കിലോട്ട് പോവായിരുന്നു. അപ്പോൾ ഓടിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോയി. ഹിന്ദി അറിയാവുന്നവർ പറഞ്ഞു കൊടുക്ക്, ഈ വിവാഹം നടത്തരുതെന്നാണ് ഞാൻ പറഞ്ഞതെന്നായിരിക്കും ശിവൻകുട്ടി പറയുക. എന്നെ വെട്ടിലൊന്നും വീഴ്ത്താൻ പറ്റില്ല. പോക്സോ കേസ് വരനായി വന്ന വ്യക്തിക്കെതിരെ ചുമത്തി എന്ന് അറിയുവാൻ കഴിഞ്ഞു. വളരെ പ്രകടമായിട്ടുള്ള വസ്തുതകളുടെ വെളിച്ചത്തിൽ മന്ത്രി അപ്പൂപ്പനും മാസ്റ്റർ അപ്പൂപ്പനും MP അമ്മാവനും പോക്സോ കേസിൽ പ്രതിയാകും. വെറുതെ മനുഷ്യൻ ആദ്യം പിടിപ്പിച്ച് കൊല്ലുള്ളൂ. ഇതൊക്കെ അറിഞ്ഞിരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരാൾ മധ്യപ്രദേശ് പെൺകുട്ടിയെ കടത്തിക്കൂട്ട് കേരളത്തിൽ വന്നു. അയാൾ വിവാഹം കഴിക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ. അതിലൊക്കെ ഈ പാർട്ടി ഇടപെട്ട് നാറേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കിപ്പോയി. വെറുതെ പോകുന്ന ഈ പറന്നു പോകുന്ന സാങ്കേതിക വയ്യാവേലിയെ ഏണി വെച്ച് പിടിക്കാന്ന് പറഞ്ഞ പരിപാടിയാണ് ഇവര് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇത് നവോത്ഥാനമാണ്, പ്രബുദ്ധതയാണ്, ആ മണ്ണാങ്കട്ടയാണ്, പിണ്ണാക്കാണെന്ന് പറയുന്നതാണ് നമുക്ക് അസഹ്യമായിട്ട്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ കാര്യങ്ങളിലും സഖാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാ.
ഏതായാലും മെയ് 4 തീയതി വരെ സഹിച്ചാൽ മതിയല്ലോ എന്നൊരു സമാധാനം നമുക്ക് ആകെ ബാക്കി. മെയ് 4 തീയതി മലയാളികൾ മിക്കവാറും സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഈ ശൈശവ വിവാഹം നടത്തിക്കൊടുത്ത ശേഷം അന്ന് ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞ അതേ കാര്യം ഞാനിപ്പോൾ ആവർത്തിക്കുകയാണ്, ഞാനത് സമ്മതിക്കുകയാണ്. സത്യത്തിൽ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. ശൈശവ വിവാഹത്തിനെ പ്രോത്സാഹിപ്പിച്ച് ആ പ്രണയത്തിനെ വിശുദ്ധമായി പ്രഖ്യാപിച്ച് കേരളമാണ് ഇതിനുള്ള സുരക്ഷിത ഇടം എന്ന് പ്രഖ്യാപിച്ച് മന്ത്രിയും MPയും MLAയും കൂട്ടുനിന്ന് 1 മണിക്കൂറിനകം സർക്കാരിന്റെ K-സ്മാർട്ട് വഴി മാരേജ് സർട്ടിഫിക്കറ്റും കൊടുത്തതിന് ശേഷമാണ് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോഴാ അവൻ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തു കാണിച്ചത്. അത് പറഞ്ഞിരുന്ന ആൾക്കാർ എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. സത്യത്തിൽ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന സംവിധാനത്തിനെ K-സ്മാർട്ട് എന്നല്ല ഊള എന്നാണ് വിളിക്കേണ്ടത്. അമ്മാതിരി ഊളത്തരമാണ് ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കാണിച്ചത്. ഇതിൽ ഇനി നാളെ ഒരുപക്ഷെ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല, ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നൊക്കെ ഈ CPMന്റെ നേതാക്കൾ പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. താൻ കല്യാണം നടത്തി കൊടുത്തിട്ടില്ലെന്നും എല്ലാം AI ആണെന്നും ഗോവിന്ദൻ പറഞ്ഞെന്നിരിക്കും. അത് കഴിഞ്ഞിരിക്കട്ടെ. പക്ഷെ അവരെ തിരിഞ്ഞു കൊത്തുന്നത് ദേശാഭിമാനിയാണ്. അപ്പൊ അതിന്റെ നേതൃത്വം CPMന്റെ സഖാക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും FIR ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് ദേശാഭിമാനി കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി, അഡ്വക്കേറ്റ് AA റഹീം MP, പ്രാദേശിക CPIM നേതാക്കളായ അഡ്വക്കേറ്റ് PS ഹരികുമാർ, P രാജേന്ദ്രകുമാർ, അഡ്വക്കേറ്റ് അജിത്ത് കരിങ്കുളം, അനൂപ് വേണുഗോപാൽ, അഡ്വക്കേറ്റ് ഷിജിത്ത് ഷിവാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഉത്സാഹ കമ്മിറ്റിയാണ് എന്ന് വളരെ കൃത്യമായിട്ട് ദേശാഭിമാനി തന്നെ തീരുമാനമായല്ലോ. ഈ പ്രായവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് എന്നും അവർക്ക് പറയാൻ കഴിയില്ല. കാരണം ദേശാഭിമാനി വളരെ കൃത്യമായിട്ട് അതേ വാർത്തയിൽ തന്നെ എഴുതിയിരിക്കുന്നത് പെൺകുട്ടിക്ക് വിവാഹപ്രായം എത്തിയില്ല എന്ന നിലയിലെ കെട്ടുകഥകളും അനുബന്ധമായി ഇവർ പ്രചരിപ്പിച്ചു എന്നാണ്. അതായത് ആ പെൺകുട്ടിയുടെ പ്രായവുമായി ബന്ധപ്പെട്ട് അന്നേ തർക്കം നിലനിന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ അതിനെ അറിഞ്ഞുകൊണ്ടാണ് ഈ കല്യാണം നടത്തിയിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. സംഘപരിവാറാണ് ഇതിന് പിന്നിൽ. ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിന് അവർക്ക് അത്ഭുതമാണ്. അവർക്ക് ഇവിടുത്തെ ഇപ്പൊ തന്നെ ഭയങ്കര ഭീഷണിയുണ്ടെന്നാണ് അവർ പറയുന്നത്. തിരുവനന്തപുരത്ത് ഇരുവരും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനം ഇത്തരത്തിലുള്ള സംഘപരിവാർ കുപ്രചരണങ്ങളുടെ മുനയൊടിക്കുന്നതായിരുന്നു. ഇപ്പൊ ആരുടെ മുനയാണ് ഒടിഞ്ഞത് എന്നതിനെ കുറിച്ച് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയതിനു ശേഷമാണ് നമ്മൾ ഈ കാര്യം പുറത്ത് പൂർണ്ണമായിട്ട് അറിഞ്ഞ് ഇത് വരുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ LDFന് വേണമെങ്കിൽ ഒരു പ്രചരണ ഹോർഡിംഗ് ഇറക്കാമായിരുന്നു കേരളം മുഴുവൻ. അതിൽ ഇങ്ങനെ എഴുതാമായിരുന്നു: നിയമവിരുദ്ധമായി ശൈശവ വിവാഹം നടത്തിക്കൊടുത്ത് പോക്സോ ലംഘനത്തിന് സംരക്ഷണം നൽകാൻ മറ്റാരുണ്ട് LDF അല്ലാതെ. ഈ വിവാഹത്തിന് ശേഷം ഈ ക്ഷേത്രത്തിന്റെ അരുമാനൂർ അതിന്റെ സെക്രട്ടറി അജിത്തിന്റെ സാന്നിധ്യത്തിൽ ഇവർ ഫർമാൻ ഖാനും ഈ പെൺകുട്ടിയും മാധ്യമങ്ങളെ കണ്ടിരുന്നു. और जो शादी हमारी शादी में जो चीफ गेस्ट आए थे मंत्री जी शिवन कुट्टी जी, उनका बहुत बहुत धन्यवाद. और जो बहुत सारे जो चीफ गेस्ट आए थे MV गोविंदन सर का भी बहुत बहुत धन्यवाद. हमारी छोटी शादी में आए, उन्होंने इतना बड़ा किया. AR रहीम MP सर का भी बहुत बहुत धन्यवाद. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും? അരുമാനൂർ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും CPM പ്രവർത്തകരാണ്. അതിൽ ഈ സെക്രട്ടറി അജിത്താണ് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഫർഹാൻ ഖാൻ അത് പറഞ്ഞപ്പോ AR റഹീം എന്നായിപ്പോയി. അദ്ദേഹത്തിൽ നമുക്ക് അതല്ലേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. മാർക്സിസ്റ്റുകാർ എപ്പോഴായാലും എവിടെയായാലും മാർക്സിസ്റ്റുകാർ തന്നെ ആയിരിക്കും. ഈ കടലിൽ ചെന്നാലും നായ നക്കേ കുടിക്കുള്ളൂ എന്ന് പറയില്ലേ, അതുപോലെയാണ്. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. അപ്പൊ അത് ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആയാലും ശരിയാണ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയാലും ശരിയാണ്, അഖിലേന്ത്യാ സെക്രട്ടറി ആയാലും ശരിയാണ്, ആഗോള സെക്രട്ടറി ആയാലും ശരിയാണ്. കാറ്റഗറി ഒന്ന് തന്നെയാണ്. എല്ലാവരുടെയും തലക്കകത്ത് ചകിരിച്ചോറാണ് എന്ന് മാത്രമേ ഉള്ളൂ.